നമുക്ക് ഏതൊരു അസുഖം ഉണ്ടാവുന്നതും എന്ത് അസുഖം ആയിക്കോട്ടെ അത് PCOD എന്ന് മാത്രമല്ല ഏതൊരു അസുഖവും ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ചിന്തയിൽ നിന്നാണ്. ഓക്കെ, സോ വി ഹാവ് 4 ബോഡീസ്. നമുക്കൊരു തോട്ട് ബോഡി ഉണ്ട്, ഒരു ഇമോഷണൽ ബോഡി ഉണ്ട്, ഒരു എനർജി ബോഡി ഉണ്ട്, ആൻഡ് ഫൈനലി ആണ് നമ്മുടെ ഫിസിക്കൽ ബോഡി വരുന്നത്. അപ്പൊ നമുക്കൊരു ചിന്ത ഉണ്ടാവുമ്പോൾ അതൊരു നെഗറ്റീവ് തോട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒന്നുകിൽ ദേഷ്യം വരാം, സങ്കടം വരാം, അല്ലേ? സോ അത് നമ്മുടെ ഇമോഷനെ എഫക്ട് ചെയ്യും. സോ ഇമോഷണൽ ബോഡി കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ഇസ് എനർജി ബോഡി. എനർജി ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പവർ സോഴ്സുകളാണ്. ലൈക്ക് നമ്മുടെ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻസിനെയും കണക്ട് ചെയ്യുന്നത് ഈ പവർ സോഴ്സുകളാണ്. സോ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ശരിക്കും ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇമോഷണൽ ബോഡി കഴിഞ്ഞ് കണക്ട് ചെയ്യുന്ന എനർജി ബോഡിയിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ഇംബാലൻസസ് ഉണ്ടാവും. അപ്പോഴാണ് ശരിക്കും PCOD ഡെവലപ്പ് ആവുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും ഫൈനലി ആണ് നമ്മളത് ശരീരത്തിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ഹിപ്നോതെറപ്പിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ വിത്തിനെ അങ്ങ് വേരോട് പിഴുതെറിയാനാണ് ശ്രമിക്കുന്നത്. അത് ഒറ്റയ്ക്കല്ല, മറ്റു മെഡിക്കൽ സയൻസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്.